ഇനി അക്ഷരങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ വീണ്ടും MT ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാം കമൽഹാസൻ തന്നെ സൂചിപ്പിച്ചല്ലോ, നമ്മളെല്ലാം പോകും, നമുക്കൊപ്പം ജീവിക്കും, നമ്മൾക്ക് ശേഷവും MT ജീവിക്കും. അത് അദ്ദേഹത്തിൻ്റെ അക്ഷരങ്ങളിലൂടെ എന്നതാണ്. അത് ഏതൊരു അക്ഷരങ്ങൾ അനശ്വരമാണ്. അക്ഷരം എന്ന വാക്കിൻ്റെ അർത്ഥം ക്ഷരമില്ലാത്തത് എന്നാണ്, നാശമില്ലാത്തത് എന്നാണ്. അക്ഷരത്തിന് നാശമില്ല. MT കുറിച്ചു വെച്ച അക്ഷരങ്ങൾക്ക്, വാക്കുകളുടെ കടലിന് നാശമുണ്ടാകില്ല. അത് അനശ്വരമാണ്. അങ്ങനെ അനശ്വര നക്ഷത്രമായി മലയാള ഭാഷയിലെ ഈ രണ്ട് വാക്കുകൾ അല്ലെങ്കിൽ രണ്ട് അക്ഷരങ്ങൾ MT വാസുദേവൻ നായർ അനശ്വരമാവുകയാണ്, അനശ്വര നക്ഷത്രമാവുകയാണ്. സിത്താരയിൽ നിന്ന് അവസാനത്തെ പടിയിറക്കം. അദ്ദേഹത്തിന് തിരിച്ചിനി അങ്ങോട്ട് ഒരു മടക്കമില്ല. 91ാമത്തെ വയസ്സിൽ MT വാസുദേവൻ നായർ സിത്താരയോട് വിട പറഞ്ഞ് യാത്രയാവുകയാണ്. അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്, അമ്മയ്ക്ക് തന്നെ ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ വേണ്ട എന്ന് വെക്കാൻ തോന്നിയ കുഞ്ഞായിരുന്നു ഞാൻ. ഒരു പരാജയപ്പെട്ട ഗർഭചിത്രത്തിൻ്റെ ബാക്കി പത്രമായാണ് എൻ്റെ ജനനം എന്ന് MT വാസുദേവൻ നായർ തന്നെ എഴുതിയിട്ടുണ്ട്. അന്ന് അതിജീവിച്ചു. പിന്നീട് ഒരിക്കൽ മരണം തൊട്ടടുത്ത് വന്നു നിന്നു. അന്നും അതിജീവിച്ചു. പക്ഷേ ഇനി ഒരു ഊഴമില്ല MT വാസുദേവൻ നായരെ സംബന്ധിച്ച്. അദ്ദേഹം സിത്താരയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അന്തിമ യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ഏറെ വികാരവായ്പോടെ കേരളം, മലയാളികൾ MT വാസുദേവൻ നായർക്ക് വിട നൽകുകയാണ്. ഈ ഭാഷ ഉള്ളിടത്തോളം കാലം MT വാസുദേവൻ നായർ അനശ്വരനായിരിക്കും. കാരണം ഈ ഭാഷ ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും മഹാനായ എഴുത്തുകാരനാണ്. ഈ ഭാഷയിലെ ലോകോത്തര എഴുത്തുകാരനാണ്. ലോക സാഹിത്യത്തിന് മലയാള ഭാഷ സമ്മാനിച്ച ഏറ്റവും മഹാനായ എഴുത്തുകാരനാണ് കഥാവശേഷനായി കടന്നുപോകുന്നത്. മലയാളി ഇക്കാലം അത്രയും വായിച്ചതിലേറെയും ഒരുപക്ഷെ MTയുടെ അക്ഷരങ്ങളായിരുന്നു, MTയുടെ കഥകളായിരുന്നു. അതിലൂടെ നമ്മൾ കണ്ടറിഞ്ഞതെല്ലാം മലയാളത്തിൻ്റെ ചരിത്രം കൂടിയാണ്. അത് പതിറ്റാണ്ടുകൾ നീണ്ട ചരിത്രം. അല്ലെങ്കിൽ മലയാളത്തിനെ, കേരളത്തെ പഠിക്കുമ്പോൾ MTയെ വായിക്കാതെ കടന്നു പോകാനും കഴിയില്ല. അങ്ങനെ മലയാളത്തിൻ്റെ മാറ്റങ്ങൾ, മലയാള ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ എല്ലാം MTയുടെ കഥകളിൽ പ്രതിഫലിച്ചിരുന്നു. അല്ലെങ്കിൽ ആ മാറ്റങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കഥകൾ പ്രചോദനമായി, അല്ലേ, വഴികാട്ടിയായി എന്ന് തോന്നുന്നു. ബാല്യവും കൗമാരവും വളർച്ചയും എല്ലാം പ്രതിഫലിച്ചിട്ടുണ്ട് MTയുടെ കഥാപാത്രങ്ങളിൽ. അത് അപ്പുണ്ണിയിലും ഗോവിന്ദൻകുട്ടിയിലും സേതുവിലും ഭീമനിലുമൊക്കെ നമുക്ക് കാണാം. സുമിത്രയിലും വിമലയിലുമൊക്കെ നമുക്ക് കാണാം. മലയാളി ജീവിതത്തിൻ്റെ ദർപ്പണമായിരുന്നു MT വാസുദേവൻ നായരുടെ പുസ്തകങ്ങൾ. MT വാസുദേവൻ നായരുടെ സർഗാത്മകത എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഈ ഭാഷ ഉള്ളിടത്തോളം കാലം, മലയാളം ഉള്ളിടത്തോളം കാലം MT വാസുദേവൻ നായർ അനശ്വരനായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹം 1954 മാതൃഭൂമിയുടെ കഥാമത്സരത്തിൽ പങ്കെടുത്ത്, ലോക ചെറുകഥാ മത്സരത്തിൽ പങ്കെടുത്ത് വളർത്തുമൃഗങ്ങൾ എന്ന കഥയിലൂടെ അദ്ദേഹത്തിൻ്റെ പേര് അടയാളപ്പെടുത്തിയത് മുതൽ ഇങ്ങോട്ട് ഈ 91ാമത്തെ വയസ്സിൽ ക്രിസ്മസ് ദിനപ്പിറ്റേന്ന് അന്ത്യയാത്ര നടത്തുന്നത് വരെയുള്ള ആ കാലഘട്ടം MTയുടെ കാലഘട്ടമായിരുന്നു. മലയാള സാഹിത്യത്തിലെ, മലയാള ഭാഷയിലെ MTയുടെ കാലഘട്ടം, MTയുടെ യുഗം അവസാനിക്കുകയാണ്. ഇത് അവസാനത്തെ യാത്രയാണ്. MT വാസുദേവൻ നായർ അനശ്വരനാവുകയാണ്. പക്ഷെ അക്ഷരങ്ങളിലൂടെ ആ യുഗം തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനിയും MTയെ വായിക്കാൻ ഏറെയുണ്ട് എന്ന് ഓരോ മലയാളിക്കും അറിയാം. അതിൻ്റെ കാലങ്ങളാണ്. എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹം നമ്മുടെ മുന്നിൽ കൂടുതൽ പൂർവാധികം ശോഭയോടെ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന ഒരു കാലത്തേക്കാണ് നമ്മൾ കടക്കുന്നത്. MT ഇല്ലാതാകുമ്പോഴാണ് എങ്ങനെയാണ് മലയാള സാഹിത്യത്തെ ഒരു കാരണവർ എന്ന നിലയ്ക്ക് നയിക്കാൻ ഒരാളുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്ത് മലയാള ഭാഷയ്ക്ക് ഒരു അഭയമായി, അല്ലെങ്കിൽ ഭാഷയിലെ തർക്കവിതർക്കങ്ങൾക്ക് അല്ലെങ്കിൽ സംശയങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായ ഒരു ആചാര്യനുണ്ടായിരുന്നു. ആ ആചാര്യനെയാണ് നമുക്ക് നഷ്ടമാകുന്നത്. പക്ഷേ അദ്ദേഹം എഴുതി വെച്ചത് എത്രയും ഒരു ആചാര്യനെ കണക്കെ, അല്ലെങ്കിൽ ഒരു ഗുരുവിനെ കണക്കെ നമ്മളെ മുന്നോട്ട് നയിക്കാൻ. പുഷ്പാലങ്കൃതമായ വാഹനം പതിയെ ചലിച്ചു തുടങ്ങിയിരിക്കുന്നു ദിവീഷ്. പതിയെ അത് മാവൂർ റോഡ് പിന്നിട്ട് ശ്മശാനത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ. പക്ഷേ അത് 5 മിനിറ്റ് കൊണ്ട് എത്തുക എന്നുള്ളത് സാധ്യമാകുമെന്ന് ഇപ്പോൾ തോന്നുന്നില്ല. നേരത്തെ വി മധുസൂദനൻ നായർ പറഞ്ഞതുപോലെ എഴുത്തച്ഛൻ നമുക്ക് ഭാഷാപിതാവാണെങ്കിൽ പുതുമലയാളത്തിൻ്റെ ഭാഷാപിതാവ് MT ആണ്. പുതുഭാഷയുടെ ആചാര്യൻ, പിതാവ് എന്ന് വിളിക്കാം. തുഞ്ചത്ത് ആചാര്യൻ്റെ സ്മൃതികൾ ഉറങ്ങുന്ന തുഞ്ചൻ പറമ്പ് കേന്ദ്രമായി വലിയ സാംസ്കാരിക കേന്ദ്രം MT വാസുദേവൻ നായരുടെ മേൽക്കൈയിലും മേൽനോട്ടത്തിലും അദ്ദേഹത്തിൻ്റെ രക്ഷകർത്തൃത്വത്തിലുമായിരുന്നു. നമ്മുടെ ഏറ്റവും വലിയ സാംസ്കാരിക കേന്ദ്രമായി തുഞ്ചൻ പറമ്പിനെ മാറ്റിയത് MT വാസുദേവൻ നായരാണ്. അദ്ദേഹം പുതുമലയാളത്തിൻ്റെ പിതാവാണ് എന്ന് വി മധുസൂദനൻ നായർ പറയുന്നു.
മലയാളത്തിൽ ഒരു സാഹിത്യകാരൻ നൊബേൽ സമ്മാനം അർഹിക്കുന്നുണ്ട് എങ്കിൽ അത് MT വാസുദേവൻ നായരാണ് എന്ന് അദ്ദേഹത്തിൻ്റെ സമകാലികൻ കൂടിയായ M മുകുന്ദൻ പറയുന്നു. MT വാസുദേവൻ നായർ ബാക്കി വെച്ച് പോകുന്നത് എന്തൊക്കെയാണ്? മലയാള ഭാഷ അനാഥമായി എന്നാണ് ഇന്നലെ രാത്രി ഹൃദയം പിടഞ്ഞുകൊണ്ട് ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. മലയാള ഭാഷ, മലയാള സാഹിത്യം, മലയാളി അനാഥനായിരിക്കുന്നു. കമലഹാസൻ പറഞ്ഞ പോലെ വിട പറയാൻ മനസ്സില്ല സാറേ എന്ന കമലഹാസൻ്റെ വളരെ വൈകാരികമായ ആ സങ്കടം മുഴുവൻ നിഴലിക്കുന്ന വാക്കുകളിലുണ്ട്. മലയാളിക്ക് വിട പറയാൻ കഴിയില്ല ഒരിക്കലും MTയോട്. കാരണം അദ്ദേഹം ഒരു മനുഷ്യനെന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ജീവനെന്ന നിലയിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ചൈതന്യം അത് അക്ഷരങ്ങളിലൂടെ നമ്മുടെ കൂടെ ഇനിയും പതിറ്റാണ്ടുകളോളം നൂറ്റാണ്ടുകളോളം നിലനിൽക്കും. ഈ ഭാഷയുള്ളിടത്തോളം കാലം MTയുടെ സംഭാവനകൾ അല്ലെങ്കിൽ സാഹിത്യത്തിന് അദ്ദേഹം നൽകിയ ആ മാണിക്യക്കല്ലുകൾ അത് അതേപടി നിലനിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ പതുക്കെയാണ് വാഹനം നീങ്ങുന്നത്. നേരത്തെ പറഞ്ഞ 5 മിനിറ്റ് എന്നത് വളരെ കുറച്ച് കൂടുതൽ സമയം എടുക്കും. അവിടെയും മാവൂർ റോഡിലും വലിയ തിരക്ക്. കാരണം ഇവിടെ എത്തി കാണാൻ കഴിയാത്തവരെല്ലാം അവിടെ ഒരു നോക്കുന്നു കാണാൻ കഴിയുമോ എന്ന പ്രതീക്ഷയിൽ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അതിനുള്ള എത്രയോ സമയം അല്ലെങ്കിൽ സൗകര്യങ്ങളുണ്ട് എന്ന് നമുക്ക് വ്യക്തതയില്ല. ഇത്രയേറെ തിരക്കിനിടയിലാണ് ഈ വാഹനം മുന്നോട്ട് നീങ്ങുന്നത്. വഴി നീളെ MTക്ക് ആദരവർപ്പിച്ചുകൊണ്ട്, അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വായനക്കാർ, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ ഒക്കെ കാത്തു നിൽക്കുകയാണ്. വലിയ ജനസഞ്ചയം കാത്തു നിൽക്കുന്നുണ്ട്. പതിയെ പതിയെ പതിയെയാണ് ആ പുഷ്പാലങ്കൃതമായ വാഹനം മുന്നോട്ട് ചലിക്കുന്നത്.